ഇന്ത്യൻ കിഡ്സ് ഫാഷൻ ഈസ് ബൂമിംഗ് ലൈക്ക് നെവർ ബിഫോർ. വളരെ ഔട്ട്ഡേറ്റഡ് ആയ കാര്യമായ ഇന്നോവേഷൻസ് ഒന്നും തന്നെ ഇല്ലാതിരുന്ന ആരും ശ്രദ്ധിക്കാതെ പോയൊരു സെഗ്മെൻ്റ് ആയിരുന്നു ഇന്ത്യൻ കിഡ്സ് ഫാഷൻ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്നിപ്പോൾ ആ ബോറിംഗ് സ്റ്റൈലൊക്കെ മാറി നല്ലൊരു പോസിറ്റീവായ ഒരു ഗ്രോത്ത് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അറൗണ്ട് 14% ആണ് ഇതിൻ്റെ ഒരു CAGR എന്ന് പറയുന്നത്. നോർമലി ഇറ്റാലിയൻ ഓർ ഫ്രഞ്ച് ബ്രാൻഡ്സിൽ മാത്രം കാണുന്ന പോലത്തെ ടോപ്പ് ക്ലാസ് ക്രാഫ്റ്റ്മാൻഷിപ്പ്, അതുപോലെ ഫാഷനബിൾ ഡിസൈൻ, ട്രെൻഡ്സ്, ഇതൊക്കെ നമുക്കിപ്പോൾ കുട്ടികളിലും വരുന്നു. അതും നമ്മുടെ നാട്ടിലും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റയർ റാബിറ്റിൻ്റെ റയർ വൺസ് എന്നൊരു ബ്രാൻഡ്, സോൾ സ്റ്റോർ കിഡ്സ്, അതുപോലെ തന്നെ പിന്നെ ടൈനി മാഫി എന്നൊരു ബ്രാൻഡ്, ഇത്തരം ബ്രാൻഡ്സുകളെല്ലാം തന്നെ വളരെ മികച്ച ഓഫറിങ്സ് ആണ് ഈ ഒരു ഇന്ത്യൻ കിഡ്സ് ഫാഷൻ സെഗ്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അവരുടെ ഡിസൈനിലും അവരുടെ ക്വാളിറ്റിയിലും കൃത്യമായിട്ട് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി ഓൾ ഓഫ് ദീസ് ബ്രാൻഡ്സ് ആർ സ്റ്റാർട്ടപ്സ്. അതുകൊണ്ട് തന്നെ ഫാഷൻ ജയൻസ് പോലും സോൾവ് ചെയ്യാത്ത പ്രോബ്ലംസിനാണ് ഇത്തരം ഫാഷൻ സ്റ്റാർട്ടപ്സ് സൊല്യൂഷൻ കൊടുക്കുന്നത്. പിന്നെ റയർ റാബിറ്റ്, സോൾ സ്റ്റോർ, ഇവരുടെയൊക്കെ അഡൾട്ട് ഫാഷൻ സെഗ്മെന്റിനെ നമുക്ക് ഫെമിലിയർ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പിന്നെ ടൈനി മാഫിയ, ദർ എക്സ്ക്ലൂസീവ്ലി ഫോർ കിഡ്സ്, ഓൾസോ എ സ്റ്റാർട്ടപ്പ് ഫ്രം ബംഗളൂരു. നമ്മുടെ പോപ്പുലേഷൻ്റെ ഓൾമോസ്റ്റ് 40% എന്ന് പറയുന്നത് തന്നെ യങ്സ്റ്റേഴ്സ് ആണല്ലോ. സോ അതുകൊണ്ട് ഇത്രയും വലിയൊരു മാർക്കറ്റിൽ, അതും നമ്മുടെ രാജ്യത്ത് തന്നെ ഇത്രയും ഹൈലി കോമ്പറ്റീറ്റീവും ഹൈലി ഇന്നോവേറ്റീവായ സ്റ്റാർട്ടപ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ആസ് എൻ ഇന്ത്യൻ ഇറ്റ് ഈസ് എ റിയലി പ്രൗഡ് മൊമെൻറ്റ്. ലാസ്റ്റ്ലി വൺ മോർ തിങ്, ഇതുപോലത്തെ ഹൈ പൊട്ടൻഷ്യലുള്ള സ്കെയിലബിൾ ആയ ബ്രാൻഡ്സിൻ്റെയൊക്കെ ഭാഗമാകാനായിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസോ ചാൻസസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് മിസ് ചെയ്യരുത്. അതിപ്പോൾ എന്താണെങ്കിലും ലൈക്ക് കൊളാബ്സോ, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസോ, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റോ, വാട്ട് എവർ ഇറ്റ് ഈസ്. കാരണം അത്രയ്ക്ക് പൊട്ടൻഷ്യൽ ഉള്ള ഒരു മാർക്കറ്റാണ് ഇന്ത്യൻ കിഡ്സ് ഫാഷൻ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്.